ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചിങ്ങമാസം 1-ാം തീയതിയാണ്. അതായത് പുതുനൂറ്റാണ്ടിൻ്റെ പുതുവത്സരത്തിൻ്റെ ദിനമാണ് ഇന്ന്. എല്ലാ കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മലയാളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കരുണ, സ്നേഹം, പരസ്പരമുള്ള വിശ്വാസം, കഠിനമായിട്ട് അധ്വാനിക്കാനുള്ള ഒരു മാനസികാവസ്ഥ, അതുപോലെ തന്നെ മറ്റൊരാളോടുള്ള ഒരു സമീപന രീതി, ഇതെല്ലാം തന്നെ മറ്റു ആൾക്കാരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റു നാടുകളിലുള്ള ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതൊക്കെ തന്നെയാണ് എന്ന് പറയുമ്പോൾ വളരെയധികം അതിശയോക്തിയോടുകൂടി മറ്റു ജനത വീക്ഷിക്കാറുണ്ട് മലയാളികളെ. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കാം ഭൂരിഭാഗം പേര് എങ്കിലും നമ്മളുടെ ഈ കരുണ, പരസ്പരമുള്ള സഹായിക്കാനുള്ള ഒരു മനോഭാവം, ഇതൊക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്തും നമ്മൾ അത് പ്രാവർത്തികമാക്കാറുണ്ട്. നിങ്ങളിൽ പലരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്കത് വളരെ വ്യക്തമായിട്ട് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. നമ്മൾ AD എന്ന നിലയിൽ നമ്മൾ ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 1200-ാം ആണ്ടിന്റെ തുടക്കത്തിലാണ്. 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന നമ്മൾ ഈ ഒരു നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും പുറകോട്ടുള്ള നമ്മുടെ ചരിത്രമോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം എവിടെ നിന്ന് തുടങ്ങി എന്നോ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. നമ്മുടെ കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഇംഗ്ലീഷ് മാസം നമ്മൾ എപ്പോഴും പിന്തുടരാറുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ കൊല്ലത്ത് വെച്ച് പണ്ട് ഒരു രാജാവ് ഉണ്ടാക്കിയെടുത്ത ഒരു തീരുമാനത്തിന്റെ പുറത്ത് നമുക്കിപ്പോൾ മലയാള മാസവും അതുപോലെ തന്നെ അവർ കാറ്റഗറൈസ് ചെയ്ത കലണ്ടറിൽ രൂപീകരിച്ചിട്ടുണ്ട്. അത് മലയാളികളായ നമ്മൾ, നാട്ടിലുള്ളവർ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ അത് ഫോളോ ചെയ്യാറുമുണ്ട്. കർക്കിടക മാസം, ചിങ്ങമാസം, ഇങ്ങനെയുള്ള മാസങ്ങളെല്ലാം നമ്മൾ ഓരോ മലയാള മാസവും അതിൻ്റെതായ രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുമുണ്ട്. ഏറ്റവും കൂടുതൽ സമ്പൽ സമൃദ്ധിയുടെ മാസം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റും അത് ചിങ്ങമാസമാണ് എന്നുള്ളത്. ആ സമയത്ത് കാർമേഘമൊക്കെ തെളിഞ്ഞ്, കാർമേഘമൊന്നുമില്ലാതെ മാനമൊക്കെ തെളിഞ്ഞ് വളരെയധികം കൃഷിയും വിളവെടുപ്പുമൊക്കെ ആയിട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സമ്പൽ സമൃദ്ധിയോടുകൂടി ആഘോഷിക്കുന്ന ഈ ചിങ്ങമാസം നമുക്കെപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ അതൊരിക്കലും മറക്കരുത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ 2018 നടന്ന ഒരു പ്രളയ ദുരന്തം നിങ്ങൾ എപ്പോഴും ഓർക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ തുടങ്ങിയ ഈ പെരുമഴയിൽ ഈ വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ പറ്റിയും നിങ്ങൾക്ക് വളരെയധികം അറിവുള്ള കാര്യമാണ്. ഇത് രണ്ടും ചിങ്ങമാസത്തിൽ തന്നെയാണ് സംഭവിക്കുന്നു എന്നതിന് ചിലപ്പോൾ ഇതിനെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കില്ല, അല്ലേ? പ്രകൃതിയെ നമ്മൾ എപ്പോഴും നോവിച്ച് ആ പ്രകൃതിയിൽ നിന്നുള്ള ദുരന്തങ്ങൾ നമ്മൾ തന്നെ തിരിച്ച് ഏറ്റുവാങ്ങുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് മറക്കരുത്. നമ്മൾ നമ്മുടെ പ്രകൃതി മാതാവിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരുപാട് മണിമാളികകളും പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രകൃതി മനുഷ്യനെ തിരിച്ചും പീഡിപ്പിക്കുന്നു. അതിനുദാഹരണമാണ് 2018 പ്രളയവും അതുപോലെ തന്നെ ഇപ്പോഴുണ്ടാകുന്ന ഉരുൾപൊട്ടലുകളും എല്ലാം തന്നെ മനുഷ്യ ജീവിതത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നു, അല്ലേ? അതും നിങ്ങൾ ഓർക്കുക, ചിങ്ങമാസത്തിലാണ് ഇത് എപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ കേരളത്തെ വേട്ടയാടുന്നത് എന്നത് നിങ്ങൾ മറക്കാതിരിക്കുക. ഇനി എനിക്ക് പറയാനുള്ളത്, ജാതി മതഭേദമന്യേ മുസ്ലിങ്ങളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, ഹിന്ദുക്കളാകട്ടെ, ആരുമാകട്ടെ, എല്ലാവരും പരസ്പരം സഹോദര്യത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടും സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കണം എന്ന ഒരു ഉപദേശം മാത്രമേ എനിക്ക് ഈ ഒരു പുതുവത്സരത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് മാത്രമായിരിക്കും ഈ പുതുവത്സരത്തിൽ നിങ്ങളും ഓർക്കേണ്ടത് എന്ന ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ റീന വിത്ത് വിതയ്ക്കുന്നു ഈ ദിവസത്തിൽ. നന്ദി, നമസ്കാരം.